പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മക്കളെ, നിങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മക്കളെ അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. ഈശോയുടെ മക്കളെ, നമുക്ക് കണ്ണുകളടയ്ക്കാം, ഹൃദയം തുറന്ന് മനസ്സ് കർത്താവിലേക്ക് ഉയർത്താം. മക്കളെ, ഞാൻ ഈ ദിവസം ഇന്നലെ മുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൈകെട്ടി ഈശോയെയാണ് കാണുന്നത്. കെട്ടിയിട്ടിരിക്കുന്ന ഈശോയെ, ദ വേ ഓഫ് ദ ക്രോസ്. കുരിശിൻ്റെ വഴിയിൽ ആ ഭാരമേറിയ കുരിശ് കർത്താവിൻ്റെ ചുമലിൽ വഹിച്ച് കൊണ്ടുപോകുമ്പോൾ 3 പ്രാവശ്യം കുരിശുമായിട്ട് നിലം പൊത്തുകയാണ്. എന്നിട്ടും അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് തോളിൽ വെച്ചു കൊടുത്ത് വലിപ്പിക്കുകയാണ്. വലിയ ചാട്ടവാറുണ്ട്, അങ്ങേറ്റത്ത് വലിയ കുളത്ത. സാധാരണ നമ്മൾ കാണുന്ന ചൂണ്ടയുടെ കുളത്തല്ല. ആ വലിയ കുളത്ത് വെച്ച് അടിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവും മാംസവും രക്തവും ചിതറുകയാണ്. എനിക്ക് വേണ്ടിയാണ് മോനെ, മോളെ, അത് നിനക്ക് വേണ്ടിയാണ്. വരാനിരിക്കുന്നവർക്കും വന്നവർക്കും പോയവർക്കും വേണ്ടിയിട്ടാണ് ഈശോ ആ യാഗമായി മാറിയത്. റോമ 5:12. ഒരു മനുഷ്യ മൂലം പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാവം ചെയ്തതിനാൽ എല്ലാവരിലും മരണവും വന്നു ചേർന്നു. അതിൽ നിന്ന് രക്ഷിക്കാനാണ്. ബന്ധിതനാമീശോ നിൻ ബന്ധനത്താലൻ ബന്ധനമഴിയുന്നല്ലോ. നീ പിളർന്ന ദേഹവും നീയേറ്റ നിന്ദനവും, നീ പിളർന്ന ദേഹവും നീയേറ്റ നിന്ദനവും, എൻ പാവ പരിഹാര വിലയല്ലയോ, എൻ പാവ പരിഹാര വിലയല്ലയോ. മക്കളെ, ഇതുകൊണ്ടാണ് ഈ 2 ദിവസം എൻ്റെ ഈശോ കണ്ണടച്ചാലും പ്രാർത്ഥിക്കുമ്പോഴും കൈകെട്ടി ഈശോയെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ, ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് ഇതാണ്. മാരകമായ പാപം ചെയ്തു. അതായത് ആദവും ഹവ്വയും പാപം ചെയ്ത് ആ പറുദീസ നഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ദൈവജനങ്ങളെല്ലാം പാപത്തിനടിമയായിപ്പോയി. പാപത്തിനടിമ. ഒരു മനുഷ്യ മൂലം പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതിനാൽ എല്ലാവരിലും മരണം സംഭവിച്ചിരിക്കുകയാണ്. അന്ന് ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം, ഒന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം, ഇനി എന്ന് മനുഷ്യപുത്രൻ്റെ രക്തം ചിന്തുന്നുവോ അപ്പോൾ മാത്രമാണ് പാപങ്ങളിൽ നിന്നൊരു മോചനം. അതാണ് യേശുക്രിസ്തു. അതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കായി പിളർന്ന ദേഹം, നമുക്കായി ചിന്തിയ രക്തം. മക്കളെ, അവൻ്റെ 5 മുറിവ്, മുൾക്കിരീടത്തു നിന്ന് വന്ന ബ്ലഡ്, ഹൃദയത്തിൽ നിന്ന് വന്ന ബ്ലഡ്, മുട്ടുകാലിൽ നിന്ന് വന്ന ബ്ലഡ്, പാദത്തിൽ നിന്ന് വന്ന ബ്ലഡ്, കൈകളിൽ നിന്ന് വന്ന ബ്ലഡ്. മക്കളെ, ഇന്ന് വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി പ്രാർത്ഥനയും യേശുവിൻ്റെ പീഡാനുഭവം ധ്യാനിക്കുന്ന മോനെ, മോളെ, കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞ് നിന്റെ പാവങ്ങളോർത്ത്, നിന്റെയും നിന്റെ പൂർവികരുടെയും നിന്റെ സന്തതികളുടെ പാവങ്ങളോർത്ത് നിലവിളിക്കാം. കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കാം. നിന്റെ അനുതാപത്തിൻ്റെ കണ്ണുനീർ ഒരു തുള്ളി നിന്റെ ഭവനത്തിൽ വീഴുകയാണെങ്കിൽ മോനെ, മോളെ, നിനക്കിന്ന് രക്ഷയാ. ഇന്ന് രക്ഷയാ. ജസ്റ്റ് നൗ, ടുഡേ നിന്റെ രക്ഷയാണെന്ന്. ഇന്ന് പാവങ്ങളോർത്ത് പശ്ചാത്തപിച്ച് കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടാ അവൾ നമുക്കായി കുരിശ് വെച്ചത്. അവൻ അവിടെ കിടന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിൽ ഭൂമിക്ക് മധ്യേ മൂന്നാളുകളാൽ കീറി മുറിക്കപ്പെട്ട് കിടക്കുമ്പോൾ അവൻ ക്ഷമിച്ചു, സഹിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ മക്കളെ, നിന്റെ നിയോഗങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ രോഗങ്ങൾ എല്ലാം ഈശോയുടെ മുറിവിനോട് ചേർത്ത് വയ്ക്കുക. പ്രാർത്ഥിക്കാം. കർത്താവേ, വേദനിക്കുന്ന മക്കളുണ്ട്, രോഗത്താൽ വലയുന്നവരുണ്ട്, കടഭാരത്താൽ കഴിയുന്ന മക്കളുണ്ട്, തകർന്നു കിടക്കുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. കർത്താവേ, എല്ലാം ഉണ്ടായിട്ടും സമാധാനം ഇല്ലാത്തവരുണ്ട്, പഠിക്കുന്ന മക്കളുണ്ട്, പരീക്ഷയിലെ ആയിരിക്കുന്ന മക്കളുണ്ട്. എല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. അതിനായി നമുക്ക് കരഞ്ഞ കണ്ണീരോടെ പാടി പ്രാർത്ഥിക്കാം. അവൻ പരിശുദ്ധനാണ്, അവൻ ബലവാനാണ്, അവൻ അമർത്യനാണ്, അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല മോനെ മോളെ.
വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ? അത് മാത്രം നമ്മൾ വിശ്വസിക്കുക. മരിച്ചാൽ ചീഞ്ഞളിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ആ വചനം ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധിതനാമീശോ, ബന്ധിതനാമീശോ നിൻ ബന്ധനത്താലൻ ബന്ധനമഴിയുന്നല്ലോ. ബന്ധിതനാമീശോ, ബന്ധിതനാമീശോ നിൻ ബന്ധനത്താലൻ ബന്ധനമഴിയുന്നല്ലോ. കർത്താവേ, ഞായറാഴ്ചയിലത്തെ വൺഡേ ധ്യാനം ഈ രണ്ടാം തീയതി വൺഡേ ധ്യാനത്തെ അനുഗ്രഹിക്കണമേ. മാർച്ച് 13 താമസിച്ചുള്ള ധ്യാനം ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിഴക്കുന്ന അനേകം മക്കൾ വരട്ടെ. മാതാവിൻ്റെ ഗ്രോട്ടോടെ പണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ഇത് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. വിവാഹ തടസ്സമുള്ള മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ദേഷ്യം മാറട്ടെ കർത്താവേ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി നിൽക്കുന്ന മക്കളുണ്ട്, അവിടെ എല്ലാവരും ഒരു വിടുതൽ കർത്താവേ. നിന്റെ പരിശുദ്ധ രക്തം അവരുടെ മേലെ തളിച്ച് ഒന്ന് ശുദ്ധീകരിക്കണേ കർത്താവേ. എനിക്കായി പിളർന്ന നിൻ തുടിക്കുന്ന കൃത്തടം എൻ നിത്യ സൗഭാഗ്യ തീരമല്ലോ, എൻ നിത്യ സൗഭാഗ്യ തീരമല്ലോ. കരഞ്ഞ കണ്ണീരോടെ ബന്ധിതനാമീശോ, ബന്ധിതനാമീശോ നിൻ ബന്ധനത്താലൻ ബന്ധനമഴിയുന്നല്ലോ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. കരഞ്ഞ കണ്ണീരോടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുകളടച്ച നിലവിളിയുടെ സ്വരത്തോടെ അവനെ വിളിക്കും. മക്കളെ, യേശു നിനക്കായി കീറിമുറിക്കപ്പെട്ടവൻ. ഈ ലോകത്ത് അവനല്ലാതെ വേറെ ആരും നിനക്ക് വേണ്ടി അവൻ്റെ ജീവൻ കളഞ്ഞിട്ടില്ല. അവൻ്റെ ജീവൻ 33 വയസ്സ്, ഒരു ഭയങ്കര ആരോഗ്യമുള്ള ബലമുള്ള മുട്ടുകാല് പാറയമ്മ വീട് കഴിഞ്ഞ പാറ പൊട്ടുന്ന സമയം അവൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, അവൻ നമുക്കായി ബലിയർപ്പിക്കപ്പെടുകയായിരുന്നു. അവൻ്റെ സർവ്വവും നമുക്ക് തന്നു. എന്തിനു വേണ്ടിയിട്ടാ? ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കരഞ്ഞ കണ്ണീരോട് ഈശോയെ, വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഞങ്ങളുടെ എല്ലാവരുടെ മേലെ തളിക്കണമേ. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ മേൽ, പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മേൽ, കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, അവരുടെ അവസ്ഥകളുടെ മേൽ, ആകേണ്ട അവസ്ഥയിലേക്കും വരാൻ വേണ്ടി പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. തല മുതൽ കാൽ വരെ ഒഴുകട്ടെ കർത്താവേ. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, പ്ലീസ് ജീസസ്, പവർ ഓഫ് യുവർ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ തിരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾ അനുഗ്രഹരാകട്ടെ, സൗഖ്യമുള്ളവരാകട്ടെ, ബന്ധനങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ എല്ലാ നിരാശകളും പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.